So guys, welcome to my kitchen. This is the neat part that you're seeing. ഇവിടെ നിങ്ങൾക്ക് കണ്ടുകൂടല്ലോ, പിന്നെ കുഴപ്പമില്ല. സോ ഞാൻ ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടതേ ഉള്ളൂ, ആസ്കിങ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വയ്യേ എന്നൊക്കെ. അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ കുട്ടി എന്തിനായി വയ്യാണ്ട് വീഡിയോ ഇടുന്നത്? പ്രൈമർലി ബിക്കോസ് ഐ എം വെരി ബോർഡ്, ഐ എം ഹാവിങ് ആൻറ്റിബയോട്ടിക്സ്. സോ ഞാൻ കുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഐ എം തിങ്കിങ് ബ്രെഡും മുട്ടയും കുക്ക് ചെയ്യാമെന്ന്. ആൻഡ് ഓൾസോ when I'm sick, I tend to talk a lot. ചെറുതായിരുന്നപ്പോൾ ആക്ച്വലി രാത്രി ഒരു സമയമാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടും. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പാടിയ മൈ പാരൻസ് വർ ലൈക്ക് ഡബിൾ ഷുവർ എനിക്ക് പനിയാണ്. അത്ര പനിയുള്ളപ്പോൾ ഞാൻ വായടച്ചിരിക്കത്തില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. വെരി റാൻഡം ഇൻഫർമേഷൻ ഐ നോ, ബട്ട് കേട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. സോ I might seem a bit hyper today. Primarily it's because I'm very sick. But let's do it. Because നമുക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കാനുണ്ട്. എനിക്ക് ക്യാമറ ഇവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ബിക്കോസ് ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുക്കാറില്ലാത്തതുകൊണ്ട്. സോ ഞാൻ ഇങ്ങനെ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. അത് മനഃപൂർവ്വമല്ല, എനിക്ക് അതാ ശീലം അതായതുകൊണ്ടാണ്. എന്നെ നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ലായിരിക്കും കുറേയൊക്കെ. ബട്ടർ ഇത്രയും നമുക്ക് ഒരാൾക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി. സോ 2 പീസ് ബ്രെഡും ഒരു ഓംലെറ്റ്, അത്രയാണ്. സോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ ഒരു സ്റ്റവ് വെച്ചിട്ട് ഈ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുന്നതാണ്. ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഇസ്, അമ്മയുടെ അടുത്ത് സജഷനൊക്കെ ചോദിച്ചിട്ട് പോയി ഒരു സ്റ്റവ് വാങ്ങി, ബജാജിന്റെ നല്ലൊരു സ്റ്റവ്, മറ്റേ ഗ്ലാസ് ടോപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റവ് വാങ്ങി. ഇത് വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് സിലിണ്ടറിൽ കണക്ട് ചെയ്യാനുള്ള ട്യൂബ് ഇല്ല. സോ സ്റ്റവ് വാങ്ങിച്ച് ഒരു 2 days കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ട്യൂബ് വാങ്ങി കണക്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഇതിൽ റെഗുലേറ്റർ ഇല്ല ഗൈസ്. അങ്ങനെ റെഗുലേറ്റർ ഇല്ലാത്ത ഒരു ട്യൂബും സിലിണ്ടറും സ്റ്റവും കൊണ്ട് 1 മാസമായി ഇത് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കും. ഈ മാസമെങ്കിലും നമ്മൾ റെഗുലേറ്റർ വാങ്ങും. അതായിരുന്നു വൺ ഓഫ് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. യെസ്. സോ ഇനി നമുക്ക് മുട്ട വയ്ക്കാം, ഐ മീൻ ഓംലെറ്റ്സ് വയ്ക്കാം. എനിക്ക് ഒരു കൈ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടെ. ഇത് വളരെ ഒരു ലോ ക്വാളിറ്റി വീഡിയോ ആണ്. ഐ എം വെരി മച്ച് അവെയർ. ഐ മീൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വൻ ഷോവാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും റൂൾ ബുക്ക് ഉണ്ടോ? ഇങ്ങനെ എടുത്ത വീഡിയോ ഇടാവുള്ളൂ, അങ്ങനെ എടുത്ത വീഡിയോ ഇടാവുള്ളൂ അല്ലോ. യൂട്യൂബിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ ഐ കാൺ അഫോർഡ് ടു ഡു ദാറ്റ് ബിക്കോസ് ബ്രാൻഡ്സ് ഒക്കെ പേ ചെയ്യുന്നത് കൊണ്ട്. ലെറ്റ്സ് നോട്ട് ഓപ്പൺ ദാറ്റ് ടു. ചൂട് ഓംലെറ്റ് റെഡി. ഐ ലെറ്റ് യു ഇൻ ഓൺ എ സീക്രട്ട്. അമൂലിന്റെ ഈ അമൂൽ ചീസ് സ്പ്രെഡ് ഉണ്ടല്ലോ, ദിസ് ഇസ് വേ ബെറ്റർ ദാൻ ദ ചീസ് സ്ലൈസ് വി ഗെറ്റ്. 1, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആൻഡ് 2, അതിൽ അത്രയും ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് വേരിയൻറ്റ് കിട്ടത്തില്ല. ബട്ട് ദിസ് ഇസ് ലൈക്ക് എക്സ്ട്രീംലി നൈസ് ആ ഒരു കാര്യത്തിൽ. സോ ഗുഡ്. മുളക് കുറച്ച് കൂടിപ്പോയി, ചെറുതായിട്ട് എരിയുന്നുണ്ട്, അല്ലാതെ ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് ചോറും കറിയും ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കാൻ അറിയാം, ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാം. ദിസ് ഇസ് ദ ഈസി ഫിക്സ്. സോ ഓക്കെ, ബൈ. ഇനി എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.